യെസ്, അൽഹംദുലില്ലാ. സോ ഇന്ന് നമ്മുടെ ഇനോഗ്രൽ സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഇനോഗ്രൽ സെഷൻ. നോ യുവർ ചൈൽഡ്, അതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ പേര് തന്നെ. നോ യുവർ ചൈൽഡ് എന്താണ് അത്, അതിന്റെ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട്സ് ദ മീനിങ് ഓഫ് നോ യുവർ ചൈൽഡ്? യെസ്, ഇറ്റ്സ് എൻ ഇന്ററാക്റ്റീവ് സെഷൻ. നിങ്ങളുടെ ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോയിസിൽ വരാൻ പറ്റുന്ന ആൾക്കാർ വോയിസിൽ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ്. ഓക്കെ, ഇതൊരു സ്പീച്ച് അല്ല, പക്ക ഇന്ററാക്റ്റീവ് സെഷൻ. സോ നോ യുവർ ചൈൽഡ് സ്മാർട്ട് പാരന്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ 10 ലൈവ് സെഷൻസുകളാണ്, 10+ ലൈവ് സെഷൻസ് ആണ് നമുക്ക് ഇൻഷാ അല്ലാ ഈ ക്ലാസ്സിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം നമ്മളെന്താണ്, ഫുൾ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻസുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നടക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വൈ പാരന്റിങ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ പാരന്റിങ് ക്ലാസ്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തിനാണ് പാരന്റിങ് ട്രെയിനിങ്? പണ്ടത്തെ കാലത്തെ ഉമ്മാമ്മമാർക്കൊക്കെ പാരന്റിങ് ട്രെയിനിങ് കിട്ടിയത് കൊണ്ടാണ് മക്കളെ വളർത്തിയത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പല സ്ഥലത്തും ഈ പാരന്റ്സ് ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഉമ്മാമ്മമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉപ്പമാരൊക്കെ നമ്മളെ വളർത്തിയിട്ടില്ലേ, അവർക്കൊക്കെ പാരന്റിങ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ എന്തിനാണ് പാരന്റിങ് ട്രെയിനിങ്? വൈ പാരന്റിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? എന്തിനാണ് പാരന്റിങ്ങിന് ട്രെയിനിങ് അഗത്യമുണ്ടാ, ആവശ്യമുണ്ടാ? കമോൺ, വോയിസിൽ വരാൻ പറ്റുന്ന ആൾക്കാർ. ആവശ്യമുണ്ട്. യെസ്, ആവശ്യമുണ്ട്. എന്തിന്? മുന്നലത്തെ മക്കൾക്കും ഇപ്പത്തെ മക്കൾക്കും ചെമ്മ കഴിഞ്ഞു. അല്ലെ? ഓക്കെ, ഒരുപാട് വ്യത്യാസമുണ്ട്. വെരി ഗുഡ്. വേറെ? ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ കണ്ട പോലെ. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യും. നമ്പറല്ലോ നമ്മുടെ ആ ഒരു ബാരിയേഴ്സ് ഉണ്ടാവും. ബാരിയേഴ്സ് എന്ന് പറഞ്ഞ തടസ്സം, ബ്ലോക്ക്. ആ ബ്ലോക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണം. അതിലേക്കാണ് ഇങ്ങനെ ചോദ്യം, ഒരു ഡിസ്കഷൻ. കാരണം ഇത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ്, അതാണ് നമ്മുടെ മക്കൾ. അത് നമ്മുടെ കുടുംബം. ആ കുടുംബം സന്തോഷത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യലാണ്. യെസ്, അത്യാവശ്യമാണ്. കാലം മാറി, കുട്ടികളും മാറി. ഓക്കെ, ഗുഡ് പോയിന്റ്. വേറെന്താണുള്ളത്? കമോൺ. ഇത്ര തന്നെ, 2 ആൾക്കാർ മാത്രമാണ് ഇപ്പൊ റീപ്ലേ ആക്കിയത്. 11 ആൾക്കാരുണ്ട് ക്ലാസ്സിൽ. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഒരു പാരന്റിങ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്? വൈ യു ആർ അറ്റൻഡിങ് ദിസ് പ്രോഗ്രാം? ഇതെല്ലാവരും യെസ് എന്നിട്ടുണ്ട്. ഓ പറയുന്നത് കറക്റ്റ്, ഈ പറയുന്നത് കറക്റ്റ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? കുട്ടികളെ കുറിച്ച് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പത്തെ മക്കൾ ചേഞ്ച്, മുന്നത്തെ മക്കൾ പാവ. ഇപ്പോഴത്തെ മക്കൾ ചേഞ്ചാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ പാവം. നമ്മളല്ലേ പാവത്തിലുണ്ടായത്? നല്ല ആൾക്കാരാണ് നമ്മളൊക്കെ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വൈ പാരന്റിങ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ പാരന്റിങ് ട്രെയിനിങ് എന്തിനാണ്? ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, ഒന്നാമത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ലോകത്ത് അമേരിക്കയിലടക്കം പാരന്റിങ്ങിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ 2 ഇയേഴ്സിന്റെ ഡിപ്ലോമ കോഴ്സുകളാണ് ഉള്ളത്. 2 ഇയേഴ്സിന്റെ ഡിപ്ലോമ കോഴ്സ്, പാരന്റിങ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന 2 ഇയേഴ്സ് ഡിപ്ലോമ കോഴ്സ്. എന്തിനാണെന്നറിയോ? ഇന്ന് മക്കളെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയും. ഈ അടുത്തിട്ട് ഒരു കൗൺസിലിങ്ങിന് ഒരു പാരന്റ് പറഞ്ഞൊരു ഒരു അനുഭവം ഉണ്ട്. എന്റെ മക്കൾ എനിക്ക് തൊടാൻ പേടിയാണ്. കാരണം എനിക്കെതിരെ മക്കൾ കേസ് കൊടുത്തു. കോളേജിൽ പഠിക്കുന്ന മകൻ എനിക്കെതിരെ കേസ് കൊടുത്തു.
എന്താ കാരണം? എല്ലാ കാര്യങ്ങൾക്കും ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. കാലം മാറി. മക്കളെ അടിക്കാനോ തൊടാനോ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്, എന്ന് വെച്ചാൽ നമുക്കറിയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മക്കൾക്ക് അറിയുന്നുണ്ട്. നമുക്കറിയുന്നതിനേക്കാളും കൂടുതൽ നിയമവശങ്ങൾ, ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ എ പാരന്റ്. യെസ് പറഞ്ഞ, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അത്. എപ്പോഴാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഈസി ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഈസി ടാസ്ക് ആണ്. വാട്ട് ഡു യു തിങ്ക്? ഇസ് ഇറ്റ് എൻ ഈസി ടാസ്ക്? മക്കൾ വളർത്തൽ ഈസി ആണോ? നോ. എ ബിഗ് നോ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവാം. എല്ലാ പാരന്റ്സാറും ഏകദേശം പാരന്റ്സിനോട് ചോദിച്ചാലും അവരൊക്കെ പറയുന്ന മറുപടി, കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് ഗർഭിണിയായപ്പോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. വല്ലാത്തൊരു സന്തോഷം. ഒരു കുഞ്ഞിക്കാല് കാണാൻ റബ്ബിനോട് എത്ര പ്രാവശ്യം ദുആ ചെയ്തെന്നറിയോ? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആയിരുന്നു അല്ലെ? മക്കളില്ലാത്ത, കല്യാണം കഴിഞ്ഞ് 5ഉം 10ഉം 15ഉം വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരോട് ചോദിക്കണം. അവര് മക്കളെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹം അല്ലെ? നമ്മൾ ആഗ്രഹിച്ചു എനിക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അള്ളാഹുവിന്റെ വലിയ തൗഫീക്ക് കൊണ്ട് നമുക്കൊരു കുട്ടി ജനിക്കുകയാണ്. ഒരുപാട് വേദനകൾ സഹിച്ച് 9 മാസക്കാലം ആ പ്രിയപ്പെട്ട മാതാവ്, ആ പ്രിയപ്പെട്ട ഉമ്മ വേദന സഹിച്ച് അല്ലെ അവസാനം പ്രസവിച്ചു. കുഞ്ഞ് ഏകദേശം 1-2 മാസമാകുന്നത് വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം രാത്രി നേരാവണ്ണം ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് ഒരു 8-9 മാസം പ്രായമെത്തിയപ്പോ കുട്ടി നടക്കാൻ തുടങ്ങുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് 1 വർഷം 1.5 വയസ്സാകുമ്പോഴേക്കും പിന്നെ കുട്ടീനെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടാണ്. വെച്ച സാധനങ്ങൾ വലിച്ചെറിയുന്നു, വെച്ച സാധനങ്ങൾ വടക്കാക്കുന്നു, അവിടെയും ഇവിടെയും കച്ചറയാക്കുന്നു. വീട് തോർത്തിയാലും തീരുന്നില്ല. വീട് കണ്ടാ വിചാരിക്കും ഇന്ന് രാവിലെ വൃത്തിയാക്കിയിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അത് 2 മക്കളാണ് 3 മക്കളാണെങ്കിലും പിന്നെ പറയേ വേണ്ട. ചെറിയ 3-4 മക്കളാണെങ്കിൽ പിന്നീട് ആ മക്കൾ വലുതാകുമ്പോ ആദ്യമൊക്കെ ഉമ്മാനോടും ബാപ്പയോടൊക്കെ സ്നേഹം ഉണ്ടായിരുന്ന മകൾ അല്ലെങ്കിൽ മകൻ പിന്നീട് നമ്മിൽ നിന്ന് ദൂരത്താകുന്ന ഒരു അവസ്ഥ. പിന്നീട് സ്വഭാവ പ്രശ്നങ്ങൾ, പറയുന്നത് പോലെ കേൾക്കുന്നില്ല. ചെറുപ്പത്തിൽ പഠിക്കുന്നതിൽ വളരെ ഉഷാറായിരുന്നു, വലുതാകുമ്പോൾ പഠിക്കുന്നതിൽ ബാക്കോട്ടാവാൻ തുടങ്ങി. ആരെയും പേടിയില്ല, ആരെയും വേണ്ട, ഒരാളോടും എന്താക്കുന്നില്ല, റെസ്പെക്ട് കൊടുക്കുന്നില്ല. ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഷോപ്പിലേക്ക് പോകാൻ പറഞ്ഞാൽ പോകുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിൽ വല്ലാത്തൊരു വേദന വരുന്നത്. നമ്മുടെ അസറ്റായി നമ്മൾ വിശ്വസിച്ചിരുന്ന നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മുടെ വായയിൽ, നമ്മുടെ വാക്കുകളിൽ അവനൊരു അസത്തായിട്ട് മാറുന്നു. അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഓ അസത്തേ, നീ എന്തിനാ നമുക്ക് ജനിച്ചിനെ? അറിയാതെ പറയൂ, ഇമോഷണൽ ആയിട്ട്. കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല പാരന്റ്സും മാറാൻ തുടങ്ങി. യെസ് ഓർ നോ? എന്തുകൊണ്ട്? നമുക്കറിയില്ല. നമ്മൾ പലതും പഠിച്ചു, എല്ലാ ശൈലിയും നമ്മൾ നോക്കി കഴിഞ്ഞു. എല്ലാ നിലക്കും ഞാൻ എന്താക്കി എന്റെ മക്കളെ വളർത്താൻ നോക്കി. ബട്ട് ദ റിസൾട്ട് ഇസ് നെഗറ്റീവ്. ഇവിടെയാണ് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ കാലത്തും ഇന്നത്തെ കാലത്തും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ അല്ലെ? ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ. ഇന്നത്തെ കാലത്തെ മക്കളുടെ ഭാഷകൾ മാറി, കുട്ടികൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ചേഞ്ച് ആയി കഴിഞ്ഞു. തന്തവൈബും തള്ളവൈബുകളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ. ഈ കർണാടകത്ത് ആ ഒരു പ്രയോഗം ഇല്ലെങ്കിലും വേറെ നമുക്ക് പ്രയോഗം ഉണ്ടോ അല്ലെ? കുട്ടികളുടെ ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ആയി. ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും അറിയാലാണ്. അങ്ങനെയാണ് ഇപ്പൊ മക്കൾ നമ്മളോട് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്താക്കുകയാണ്, നിങ്ങളെ ഇപ്പൊ എന്നോട് കണക്റ്റഡ് ആകണം. ഇപ്പൊ
നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് നമ്മുടെ പണ്ടത്തെ കാലത്തിലേക്ക്. ആർ യു റെഡി ഫോർ ദാറ്റ്? എല്ലാവരും റെഡി അല്ലേ? ഏഹ് ഐ വിൽ ഷോ യു സം ഇമേജസ്. ആർ യു റെഡി? എല്ലാവരും റെഡി അല്ലേ? യെസ്. ആ, യെസ് യെസ്. നിങ്ങളുടെ ഇന്ററാക്ഷൻ വേണം. ഇത് വാതൊന്നുമല്ല. വാതാണ് യൂട്യൂബിൽ റെക്കോർഡ് ഇട്ടിട്ട് അയച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഇന്ററാക്ഷൻ വേണം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഞാൻ നിങ്ങളെ കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടാ? എന്താണ് കാണുന്നത്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വോയിസിൽ പറയാം. വാട്ട് ഡു യു സീ റൈറ്റ് നൗ? എന്താണ് കാണുന്നത്? കാണുന്നത് എന്താണ്? വാട്ട് ഡു യു സീ? ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ. ഓക്കെ, ഇപ്പൊ എന്താണ് കാണുന്നത്? സെയിം തിങ് ആണോ കാണുന്നത്? അല്ല നിങ്ങൾ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? സെയിം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ പണ്ടത്തെ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നോക്കിയേ, ഓർമ്മ വേണ്ട പണ്ട് നമ്മ വീട്ടിൽ കളിച്ചുകൊണ്ടുണ്ടായിരുന്നത്? ഇത് കളിച്ച ആൾക്കാരാണ് ജസ്റ്റ് ടൈപ്പ് ചെയ്തോ യെസ് എന്ന്. യെസ് എന്ന് ടൈപ്പ് ചെയ്തോളി. പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ കളിച്ചുകൊണ്ടായ കളികളാണ്. ചളിമണ്ണ് ഇങ്ങനെ ഇതാക്കിയിട്ട് കുഴച്ചിട്ട് അതിൽ കളിച്ചുകൊണ്ടായിരുന്നത്. നോക്കിയേ, പണ്ടത്തെ കാലത്ത് ആ മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ആ പച്ച മാങ്ങയും മുളകൊക്കെ ഇട്ടിട്ട് അവർ പൊട്ടിച്ചിട്ട് അതൊരു തിന്നാനുള്ള ഒരു ടേസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഒന്നിനും കിട്ടൂല. ഷവർമ്മക്ക് പോലും ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏഹ് നോക്കിയേ, നെക്സ്റ്റ് അടുത്തത് നോക്കിയേ. പണ്ട് അരിയും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ അല്ലെ ചരളിക്കൊണ്ട ഇങ്ങനല്ലേ കുടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ അതിന്റെ പുഴുക്കളും മറ്റൊക്കെ എടുത്തുകൊണ്ടായതും. നോക്കിയേ, പണ്ടത്തെ കാലത്ത് ഏഹ് ഓരോന്ന് നിങ്ങൾ ആസ്വദിക്കുക. നോക്കിയ വെള്ളം കോരിക്കൊണ്ടായത്. പണ്ട് നമ്മൾ വെള്ളം കോരിക്കൊണ്ടായത് ഓരോ ഇത്. പിന്നീട് ബോർവെൽ വന്നപ്പോ പിന്നെ ബോർവെൽ ആടിക്കുകയും ആടെ ആടെ റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് കഥ പറയുകയൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടാ? ചിലപ്പോ തടിയിറങ്ങാത്ത ആൾക്കാരായിരിക്കും ഉണ്ടാവില്ലേ? ഏഹ് ഓക്കെ, ഇത് ഓർമ്മ വേണ്ട? ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നോക്കിയേ, നമ്മുടെ ചിമ്മിണിക്കൂട്, ലാമ്പ് ലൈറ്റ്, ആ ചെറിയ ലൈറ്റിന് മുമ്പിൽ ഇരുന്നിട്ട് പഠിക്കല്. അതെല്ലാം വല്ലാത്തൊരു അനുഭവമാണ്. നോക്കിയേ, ഇതാണ് പണ്ടത്തെ സോഷ്യൽ മീഡിയ. പണ്ടത്തെ നാട്ടിലത്തെ സോഷ്യൽ മീഡിയ ഇന്നത്തേനേക്കാളും വെരി പവർഫുൾ ഒതന്റിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാല് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ പേര് നോക്കിയിട്ട് അതിനെ പൊട്ടിച്ചിട്ട് കഥ പറയാ. റീമത്തും എല്ലാം സ്പ്രെഡ് ആക്കാനുള്ള ഒരു ടൈം. ഏഹ് നോക്കിയേ, ഇതാണ് അന്നത്തെ സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ പണ്ടത്തെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത് തന്നെ ഇതായിരിക്കും. ആൾക്കാരെ ഇങ്ങനെ പുറത്തോണ്ട് പോകുന്നത്. പിന്നെ അന്നത്തെ കിച്ചൺ നോക്കിയ എന്തൊരു സൂപ്പർ കിച്ചണാണ്. മുഖത്തൊക്കെ കരി വാരിയിട്ട് വരുത്തുണ്ടാണ്. ഊതിയിട്ട് അടുപ്പ് ഊതിയാൽ കത്താത്ത അടുപ്പ്. എന്തൊരു അരങ്ങായിരുന്നു ഊതാന്. ഞാനൂതാന്ന് പറഞ്ഞിട്ട് അല്ലെ. ഇങ്ങനൊക്കെ ചെയ്ത ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തോളി. അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റത്തൊക്കെ. നമുക്കൊക്കെ അനുഭവിക്കാൻ അന്നാലും തോഫി കിട്ടി. പണ്ടത്തെ ഈ ലൈറ്റ് എത്ര ഇട്ട് കുത്തിയിട്ട് ഇതിനുള്ളിൽ ബാറ്ററി അടിച്ച് ചിലപ്പോ കത്തും. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കുത്തും.
ഓക്കെ, പണ്ടത്തെ ടോർച്ച് ലൈറ്റ്, പണ്ടത്തെ ഇസ്തിരിപ്പെട്ടി, മാഷാ അല്ലാ, എന്തൊരു ഇസ്തിരിപ്പെട്ടിയാണ്. അതിന്റെ ഉള്ളിൽ എന്താക്കണം, ചിരട്ടി കൊത്തി നിറച്ചിട്ട് അതിനെ കത്തിച്ചിട്ട് ഇപ്പം ചെയ്യുന്നവരുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, ഇപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നല്ല. ഏഹ് അതെല്ലാം വല്ലാത്തൊരു ലോകാണ് അപ്പോഴത്തെ. ഏഹ് ഓക്കെ, പണ്ടത്തെ ടാപ്പ് റെക്കോർഡേഴ്സ് ഇതൊക്കെ. ഞാൻ സ്പീഡപ്പ് ചെയ്യാണ്. നോക്കെ, പണ്ട് മഴക്കാലൊക്കെ വന്നാലുള്ള കളികളൊക്കെ ഇതായിരുന്നു. വെള്ളത്തിലും തോട്ടിലും പുഴയുടെ അടുത്തിലും പോയിട്ട് മരത്തിന്റെ സ്കൂൾ റജ കിട്ടിക്കഴിഞ്ഞാല് അന്നത്തെ കളി ഇതായിരുന്നു. അന്നത്തെ സ്ലൈഡും എല്ലാം ഇതന്നെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പാർക്കിലേക്ക് പോകണം. അന്ന് നമ്മുടെ നാട്ടിൽ തന്നെ മരങ്ങളുടെ മുകളിലൊക്കെ കയറിയിട്ട് കുരങ്ങന്റെ കളിയും എന്തൊക്കെ കളികളായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ടത്തെ കാലത്തെ റേഡിയോസ് ഇതൊക്കെ നോക്കിയേ. ക്യാമറ, ഫോണ്, ഊഫ്, ഏതെങ്കിലും ഒരു വീട്ടില് ഫോൺ ഉണ്ടാവും, ആ പാടത്തേക്ക് ഓടിപ്പോവും. എല്ലാം കാലം മാറി. ഇസ്തിരിപ്പെട്ടി നോക്കിയാൽ എല്ലാം മാറ്റങ്ങള്. അപ്പൊ ഇങ്ങനെ മാറി മാറി മാറിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സൗകര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങി, ചേഞ്ചസുകൾ വരാൻ തുടങ്ങി. ഏഹ് ക്വാളിറ്റി എടുക്കുന്നു, മാഷാ അല്ലാ, വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. അപ്പൊ നോക്കിയേ, ഇപ്പൊ അജ്ജിമാരൊക്കെ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അജ്ജിമാറും ഇപ്പൊ സെൽഫി ലോകത്തേക്കെല്ലാം എത്താൻ തുടങ്ങി അജ്ജിമാരൊക്കെ. പണ്ട് ഇപ്പൊ നോക്കി, ഇത് ഇന്നത്തെ ഒരു അവസ്ഥയാണ്. നോക്കിയേ, ഇന്ന് ഉമ്മാമയുടെ വീട്ടിൽ, അജ്ജിന്റെ വീട്ടിലേക്ക് വന്ന, ഉമ്മാമയുടെ വീട്ടിലേക്ക് വന്ന മക്കളുടെ അവസ്ഥയാണ് ഇത് കാണുന്നത്. മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും, അവരവസ്ഥയാണ്. എല്ലാരും മൊബൈല്, പാവം ആ ഉമ്മ അവിടെ മൂലക്ക് ഇരുന്നിട്ട് നോക്കുന്നത്. എന്തൊരു അവസ്ഥ റബ്ബ് ഇത്. എല്ലാവരും ഇന്നെല്ലാണ് മൊബൈൽ ഒത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് ഇരുന്നിട്ട്. രസമാണോ? പണ്ട് നമുക്ക് ആ ഉമ്മാമയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മാമരക്കത്തെ കളിക്കലും ഉമ്മാമ കഥ പറയലും, പണ്ടത്തെ ഒരുപാട് കഥകളൊക്കെ പറയുന്ന ഒരു അല്ലെ, എന്തൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അതൊക്കെ. അതെല്ലാം ഇഷ്ടപ്പെട്ടില്ല ഇപ്പോ. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ വരാന്തത്തെ അവസ്ഥ, സിറ്റ് ഔട്ടിലത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഓരോരുത്തർ ഓരോ മൂലക്ക് ഇരുന്നിട്ട്. ഏഹ് നോക്കിയേ, ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പറയുന്നത് അറിയോ? പണ്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഇപ്പൊ പറയുന്ന അറിയോ? മര്യാദക്ക് ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ വൈഫൈന്റെ പാസ്വേഡ് ചേഞ്ച് ആക്കും. എന്താണ്? മര്യാദക്ക് ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ എന്താവും, വൈഫൈന്റെ പാസ്വേഡ് ചേഞ്ച് ആക്കും. അപ്പൊ കിടാക്ക വേഗം എന്താക്കും, ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. എസ് മാറി. പണ്ടത്തെ കളികൾ നോക്കിയാൽ നമ്മൾ കളിച്ചോണ്ടായ കളികൾ, ചിരട്ടിക്കത്ത് പൊലവലാക്കി ചിരട്ടിക്കത്താണ് നമ്മൾ എന്താക്കിക്കൊണ്ടേ, കറിയും ചോറും അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായത്. എസ് പണ്ടത്തെ കളികൾ നോക്കി, ഈ കളിയിൽ ഓർമ്മ ഉണ്ടാ? കല്ല് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടായത്. ഏഹ് ഹൗ മെനി ഓഫ് യു ഹാവ് പ്ലേഡ്? കമോൺ, ഓർമ്മ ആന്നില്ല, ആസാന്നില്ല കളി കാണാൻ. ഇപ്പൊ ഇതാരം കളിക്കലുണ്ടാ? ഏഹ് പണ്ട് നോക്കി, സ്കൂൾ അടക്കിച്ച് വരുന്നൊക്കെ മാങ്ങെടുത്തതും എടല്ലേ കുത്തിയിട്ട് നോക്കിയ. പണ്ട് നമ്മ മാങ്ങെടുത്തോണ്ടായത് ഇങ്ങനെയാണ്. പണ്ടത്തെ സ്ലൈഡ്, പണ്ടത്തെ കാലത്ത് സ്ലൈഡ് ഇതാണ്. എടങ്ങള് മഴ വന്നു കഴിഞ്ഞാൽ ചളിയായി കഴിഞ്ഞാൽ ചളിക്കെ തന്നെ റോഡ് പോലാക്കിയിട്ട് എന്താക്കും, അതിലെ സ്ലൈഡിങ് ആണ്. ഇപ്പൊ നമുക്ക് പൈസ കൊടുത്തിട്ട് പോകണം ഫിസ അടുത്തേക്ക്, മാനസയിലേക്കാ, അതല്ലെങ്കിൽ എടാ പേരോ വിസ്മയിലേക്കോട്ട് നമുക്ക് പോകേണ്ടി വരുന്നു. രസമാണോ? മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. വലിയ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളല്ല, വലിയ വലിയ മാറ്റങ്ങളാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. യെസ് ഇതെല്ലാം കാണുമ്പോ ലാസ്റ്റ് പണ്ടത്തെ ലൈഫ് എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നില്ലേ? യെസ്. നോക്കിയേ, പണ്ടത്തെ നമ്മളെ ട്രെയിന്, പണ്ടത്തെ ട്രെയിന് കളി നോക്കിയേ. അതുപോലെ തന്നെ പണ്ടത്തെ ഒളിച്ചോട്ടോ, കള്ളനും പോലീസും. കള്ളനും പോലീസും കളി, ഇത് കളിച്ച ആൾക്കാരുണ്ടോ? കള്ളനും പോലീസും. ഓക്കെ. അതുപോലെ തന്നെ പണ്ടത്തെ ഡ്രൈവിംഗ് നോക്കിയേ. നമ്മളെ ഉജാലയുടെ പാത്രം, ഉജാലന്റെ ബോട്ടിലും അതുപോലെ തന്നെ രണ്ട് ചെരുപ്പിന്റെ കഷ്ണം എടുത്തിട്ട് അതിന് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അന്ന് കളിച്ചോണ്ട കളികളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കുട്ടിയും കോലും, കുട്ടിയും കോലും, ഓർമ്മയുണ്ട് ഈ കളികള്? കുട്ടിയും കോലും. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ, യെസ്. ഇത് കളിച്ച ആൾക്കാരുണ്ടാ? ഈ പാരന്റിങ്ങിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇത് പണ്ടത്തെ കളിയിൽ കാണിച്ചിരുന്നത്. ഇൻഷാല്ല ഞാൻ മാറ്ററിലേക്ക് വരുന്നുണ്ട്, ഡോണ്ട് വറി. ഏഹ് ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് പാരന്റിങ് മനസ്സിലാക്കാൻ പറ്റും അത്ര. ഈ കളി നോക്കിയാ പണ്ടത്തെ പമ്പരം കളി. പമ്പരം കളിക്കല്. പണ്ടൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടായ സാധനം ഇതാണ്. അത് ആസ്വദിച്ച് കളിക്കും. അതുപോലെ തന്നെ ഗോളി. ഏഹ് അതുപോലെ തന്നെ ടയർ, പഴയ ടയറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കല്. വരാന്ത പാടത്തും പറമ്പത്തും ഒക്കെ. അതുപോലെ തന്നെ ഇതറിയില്ലേ, കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട്. സാർ ഇതെല്ലാം കളിച്ച ആൾക്കാരല്ലേ നിങ്ങള്? കമോൺ. ഏതോ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കളിയൊന്നല്ല ഇത്. നമ്മളെ ജനറേഷന്റെ കളിയാണ് ഇതില്. സാറിനോ? ആ അപ്പൊ ഇതാണ് നമ്മുടെ പണ്ടത്തെ ലൈഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാം എത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാറിനോ? ഇന്ന് ഇതൊക്കെ കാണൽ അപൂർവമായിട്ടാണ്. വലിയ മാറ്റങ്ങൾ. ദർ ഇസ് എ ബിഗ് ചേഞ്ച്. യെസ് ഓർ നോ? ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് ദാറ്റ് വൺ? എ ബിഗ് ചേഞ്ച് ഹാപ്പൻ ദർ. യെസ് ഓർ നോ? Yes. വലിയൊരു മാറ്റം, വലിയൊരു മാറ്റം വന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇത്തരം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകുമ്പോൾ ഞാനിതൊക്കെ കാണിച്ചതിന് വളരെ പ്രധാനം പാരന്റിങ്ങിലേക്ക് എങ്ങനെ ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങളുടെ വീട്ടുകാര് എന്ത്, നീ ഇസ്തിരി ഇടേണ്ടത് നമ്മൾ പണ്ട് പറഞ്ഞ ആ ഒരു ഇസ്തിരിപ്പെട്ടി, ഏത് ചിരട്ടി കത്തിച്ചിട്ട് ആ ഒരു ഇസ്തിരിപ്പെട്ടിയിലാണ് നിങ്ങൾ ഇസ്തിരി ഇടേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തയ്യാറാവും? ഇന്നത്തെ കാലത്ത് നമ്മൾ ആ ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് ഇസ്തിരി ഇടാൻ നമ്മൾ തയ്യാറാവോ? ചോദ്യതാണ്. അല്ലെങ്കിൽ ദൂരെ നിന്നും ബോർവെല്ലിൽ വെള്ളം ആട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് വീട്ടിലൊഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാവോ? നമ്മ ഒരു ചെറിയൊരു പൈസ കിട്ടുന്നെങ്കിൽ നല്ലൊരു മോട്ടർ കിട്ടുമല്ലോ, ആ മോട്ടർ വെച്ചാൽ മതിയില്ലേ? പണ്ടത്തെ പോലെ അടുപ്പ് ഊതിയിട്ട് നീ ചോറുണ്ടാക്കിയാൽ മതി, ഗ്യാസ് വേണ്ടെന്ന് പറഞ്ഞാല് അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവോ? റെഡിയോ? ഇല്ല. കാരണം നമുക്ക് അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് ഇപ്പോ. അപ്പൊ അത് ആ സൗകര്യത്തിലേക്ക് മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ നമ്മളുടെ പാരൻസുകൾ അഥവാ നമ്മുടെ ഉമ്മാമ്മമാർ വളർത്തിയ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ, ഇന്നത്തെ കാലത്തുള്ള മക്കളെ വളർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഇഫക്റ്റീവ് ആകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം നമ്മുടെ കാലഘട്ടത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചെറിയ കാലത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും അപ്ഡേറ്റഡ് അല്ലാത്ത കാലത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരുന്നു. ആ കാലത്ത് പല കളികളും നമ്മൾ കളിച്ചിട്ടുണ്ട്. ആ കാലത്ത് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും അറിയാത്ത പല കളികളും നമ്മൾ കളിച്ചു. ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ് നമ്മുടെ മക്കൾ. അപ്പോൾ ആസ് എ പാരന്റ് നമ്മൾ അപ്ഡേറ്റഡ് ആവണം. യെസ് ഓർ നോ? നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ വി വിൽ ബി ഔട്ട്ഡേറ്റഡ്. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ നമുക്ക് കയ്യിൽ കിട്ടൂല. യെസ് ഓർ നോ? ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് ദിസ്? ശരിയല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഡിസാഗ്രി ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കൗണ്ടർ, നോ പ്രോബ്ലം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓപ്പൺ ദ വോയിസ്. മൈക്ക് ബട്ടൺ ഓൺ ആക്കാം, സംസാരിക്കാം. It's entirely discussion. I'm not going to impose my thoughts on you. Khairunisa, you just raised the hand. Why? Anything to ask? Miss Khairunisa. കൈ വന്നിച്ചിട്ട് കാണുന്നുണ്ട് അവിടെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഓക്കെ. അപ്പൊ പണ്ടത്തെ സ്റ്റൈലിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് റിസൾട്ട് തരികയില്ല എന്നർത്ഥം. ഓക്കെ. നമ്മുടെ ഉപ്പ ഉമ്മയും വളർത്തിയതുപോലെ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചിട്ട് 2001 ശേഷം ജനിച്ച കുട്ടികൾ, ആഫ്റ്റർ 2001 ശേഷം ജനിച്ച കുട്ടികളെ കുറിച്ച് പറയാറുള്ളത് ടെക്നിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ എന്നാണ്. ടെക്നിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ.
എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കളിയാക്കിയിട്ട് പറയാറുണ്ട്, പെണ്ണ് പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയുടെ കയ്യിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് പകരം മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അതിങ്ങനെ തോണ്ടാൻ തുടങ്ങുന്നു. അത്രയും എന്താണ് ഡിജിറ്റൽ വേൾഡിലാണ് കുട്ടികൾ ജനിച്ചിട്ടുള്ളത്. ഈ കാലത്ത് അപ്ഡേറ്റഡ് പാരന്റ് ആവാൻ വളരെ ആഗ്രഹമുണ്ട്. അതാണ് KYCയിൽ ജോയിൻ ആവാനുള്ള പ്രേരണ. വെരി ഗുഡ് ഷിഫിയ. ഇൻഷാ അള്ളാ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻഷാ അള്ളാ. അപ്പോ ഇതാണ് 2001 ശേഷം ജനിച്ച കുട്ടികളെ കുറിച്ച് പറയുന്ന പേരാണ് എന്ത്? ടെക്നിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ. 2013 ശേഷം ജനിച്ച കുട്ടികളെ പറയുന്ന പേരാണ് ആൽഫ ജനറേഷൻ എന്ന് പറയും. ആൽഫ ജനറേഷൻ അഥവാ ഇവരെ കുറിച്ചിട്ട് പറയുന്നത്, അഥവാ ഈ ടെക്നോളജിയുടെ ലോകത്താണ് ഇവരുടെ ജീവിതം. ടെക്നോളജി എവിടെ പോയാലും വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും മുമ്പോട്ട് തിരിഞ്ഞാലും ബാക്കോട്ട് തിരിഞ്ഞാലും എല്ലായിടത്തും കാണുന്ന ഗാഡ്ജറ്റ്സുകളായിരിക്കും അല്ലെ. സ്കൂളിലേക്ക് പോയാലും കാണുന്നു, പള്ളിയിലേക്ക് പോയാലും കാണുന്നു, റോഡ് സൈഡിലേക്ക് പോയാലും കാണുന്നു, വീട്ടിലാണെങ്കിലും കാണുന്നു. എവിടെ പോയാലും ഗാഡ്ജറ്റ്സുകളുടെ ലോകമാണ്, ടെക്നോളജിയുടെ ലോകമാണ്. അപ്പൊ ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. അഥവാ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല, ഈ കാലത്തെ അവസ്ഥ അങ്ങനെയാണ്. ഏകദേശം സൈക്കോളജിസ്റ്റുകൾ പറയുന്ന പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം 0 to 5 minutes വരെയാണ്. 8 to 5 minutes, എത്ര? 8 സെക്കൻഡുകൾ മുതൽ 5 മിനിറ്റ് വരെ മാത്രമാണ് ഈ ആൽഫ ജനറേഷനിലെ കുട്ടികൾക്കുള്ള അറ്റൻഷൻ സ്പാൻ. എന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടികൾക്ക് ഉണ്ടാവുക 8 seconds to 5 minutes ആണ്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുട്ടിയുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ യു ഹാവ് ടു ജസ്റ്റ് ടെൽ മീ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ റേസ് ഇറ്റ്, നിങ്ങൾക്ക് അത് ചോദിക്കാം. എന്താണ് പറഞ്ഞത്? 8 seconds to 5 minutes വരെയാണ്, 5 മിനിറ്റ് വരെയാണ് ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കുറ്റം പറയുമ്പോൾ, സ്കോൾഡിങ് ചെയ്യുമ്പോൾ, കുട്ടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്കോൾഡ് ചെയ്യുകയാണ് എങ്കിൽ ആ സമയത്ത് ആദ്യത്തെ 1-2 സെന്റൻസുകൾ മാത്രമാണ് കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവാത്തത്. ബാക്കിയെല്ലാം കിടാവ് ഡിസ്ട്രാക്റ്റഡ് ആയി. നമ്മളെന്ന് പറയുന്നു എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അതിന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആദ്യത്തെ 2 വാക്കേ കേട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും മനസ്സിലായിട്ടേ ഉണ്ടാവില്ല എനിക്ക്. എന്ന് വെച്ചാൽ ഓന്റെ മൈൻഡിലേക്ക് അത് ക്യാച്ച് ആവൂല, മൈൻഡിലേക്ക് അത് പോകൂല. കാരണം ഓന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതറിയാതെ നമ്മൾ ഇങ്ങനെ എന്താക്കുകയാണ്? മൗലിന് കഴിക്കുകയാണ്. ഇവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വായി വെറുതെ തൊള്ള പൊട്ടിയെന്നല്ലാതെ വേറൊരു ഉപകാരം ഉണ്ടാവാനാണ്. ഗോട്ട് ഇറ്റ്? സ്കൂളിലെ ടീച്ചേഴ്സ്മാർ കുറ്റം ഇങ്ങനെ പറയാണ് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട്. ഇവനാണെങ്കിൽ ഏതോ ഒരു ലോകത്തുണ്ടാവും. മിസ് പറയും എനിക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്ന്. അതിന് പറയുന്ന മനസ്സിലാകുന്ന കുട്ടീനെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം എന്താ? ചിലപ്പോ അവന്റെ അറ്റൻഷൻ സ്പാൻ 10 seconds ആയിരിക്കും. കാരണം 8 seconds to 5 minutes ആണ്. ചില കുട്ടിക്ക് 10 സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോ 1 മിനിറ്റ് ആയിരിക്കും. അത് നമുക്കറിയില്ല. അപ്പൊ ഈ കുട്ടിയോട് ഞാൻ എന്തും പറയുന്നു എന്നത് കുട്ടീനെ എന്ത് ചെയ്യില്ല? ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നർത്ഥം. അവസാനം നമ്മ അതിനും കുട്ടീനെ തന്നെ കുറ്റപ്പെടുത്തുന്നു. അണ്ടർസ്റ്റാൻഡ്? ഇത് നമ്മൾ പാരന്റായി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുട്ടികളോട് ഓവർ റിയാക്ട് ആവുന്നു. ഞാൻ എത്ര പറഞ്ഞാലും നീ ഇതൊക്കെ കേൾക്കാത്തെ, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടിയെ റിയാക്ട് ചെയ്തിട്ട് കുട്ടിക്ക് അടിക്കുകയും കുട്ടിയുടെ മാനസികമായിട്ട് തളർത്തുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇവിടെയാണ് ഒരു പാരന്റിങ് ട്രെയിനിങ് ആവശ്യമാണ് എന്നതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ 10 വർഷം മുമ്പാണ് ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. പക്ഷേ പാരന്റിങ് ട്രെയിനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് പല ആൾക്കാരും പല പാരന്റിങ് ട്രെയിനിങ്ങിന് പോയ സമയത്തും പാരന്റ്സ് സാർ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര മക്കളാണ്? ഫസ്റ്റത്തെ ചോദ്യതായിരിക്കും, സാർ ആർ യു മാരീഡ്? ഞാൻ പറയൂ അല്ല. അപ്പൊ എന്നോട് ചോദിക്കൂ ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിനാണ്. അപ്പൊ ഞാൻ ഈ പാരന്റിങ് ട്രെയിനിങ്ങിന് പോയ സമയത്ത് പല ആൾക്കാർ എന്നോട് ചോദിക്കും ആർ യു മാരീഡ്? ഐ വിൽ സേ നോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പാരന്റിങ് ക്ലാസ് എടുക്കുന്നത്? ഇതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കുറെ റിസർച്ചുകളൊക്കെ നടത്താം. കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ
ആ കേസുകളൊക്കെ എഴുതി വെക്കും, എന്നിട്ട് റിസർച്ചുകൾ നടത്തും എന്തുകൊണ്ട്. അങ്ങനെ കിട്ടിയ അനുഭവങ്ങൾ പിന്നീട് അൽഹംദുലില്ലാ മക്കളെ തന്നപ്പോൾ മക്കളിലേക്ക് പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പാരന്റിങ് എന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പാരന്റിങ് ട്രെയിനിങ് ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുന്നത്. അതാണ് നോ യുവർ ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനുള്ള കാരണം. എന്റെ വോയിസ് ക്ലിയർ ഇല്ലേ? കമോൺ ജസ്റ്റ് പ്ലീസ് എവറിബഡി, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കമോൺ. യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് നെറ്റിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്പുറം ഇപ്പുറം മാറിയിരുന്നാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതാണ് പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിലിയാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്ത്? ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തറവാട് എന്ന് പറയും അല്ലെ, തറവാട്ടിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഉപ്പ, ഉമ്മ, ഉമ്മാമ്മ, ഉപ്പാപ്പ, ഏ ഉമ്മാന്റെ മൂത്തോര്, ഉമ്മാന്റെ അനിയത്തി, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഇന്നങ്ങനല്ല, ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. ഞാനും എന്റെ ഭാര്യ, എന്റെ മക്കളും. ഇതായിരിക്കും ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പണ്ട് നമ്മുടെ വീട്ടില് ഉമ്മ അടിച്ചാൽ ഉമ്മ അടിച്ചാൽ അപ്പൊ തന്നെ അടുത്ത് പിടിച്ച് തലോടിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ ഉമ്മാമ ഉണ്ടായിരുന്നു, അജ്ജി ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഉപ്പ എന്തെങ്കിലും കുട്ടിയെ ദൂറിയാൽ, എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പൊ തന്നെ ഉപ്പാപ്പ വന്ന് മോനെ പിടിച്ചിട്ട് ആ മോൻ ബേജാറാക്കണ്ട കേട്ടാ, ഉപ്പാപ്പ പത്ത് പറഞ്ഞ ബാബരാന്റെ പറച്ചിലിട്ട് നമ്മളെ സമാധാനിക്കും. കളിക്കാൻ വീട്ടിൽ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് കാലം അങ്ങനല്ല. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഉപ്പയും ബിസിയാണ്, ഉമ്മയും ബിസിയാണ്. ഇപ്പൊ നമുക്കറിയാം ആഫ്റ്റർ കൊറോണ പ്രത്യേകിച്ചിട്ട് എന്തായെന്ന് പറഞ്ഞാല് നമുക്കറിയാം ലാക്ക് ഓഫ് ടൈം ആണ് പാരന്റ്സിന്. കാരണം ഉമ്മാക്ക് ഉമ്മാൻ്റെതായ വർക്കുകളാണ്, ഉപ്പാക്ക് ഉപ്പാൻ്റെതായ വർക്കുകളാണ്. ഇതിനിടയിൽ മക്കൾക്ക് ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷെ ഒരു ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ കുട്ടികളെ കേൾക്കാനോ കുട്ടികൾക്ക് പറയാനുള്ളത് പറയാനോ അവസരങ്ങൾ ഇപ്പൊ കിട്ടുന്നില്ല. കുട്ടി പറയുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ലാക്ക് ഓഫ് ടൈം ആണ് ഇപ്പൊ എല്ലാവർക്കും. രാവിലെ എഴുന്നേൽക്കുന്ന ഉമ്മ, നേരത്തെ എഴുന്നേറ്റ ഉമ്മ രാത്രി വൈകിട്ടാണ് ഉറങ്ങുന്നത് അല്ലെ, എന്നാലും പണി തീരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി വന്ന വാപ്പ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഓഫീസ് വർക്കും മറ്റു കാര്യങ്ങളും കണക്കെഴുതൽ ഇതൊക്കെ ആയിട്ട് അതും തിരക്കാണ്. രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിലേക്ക് വന്ന് വീണ്ടും സ്കൂളിലെ വർക്കുകളൊക്കെ ചെയ്യുന്നു. മൈൻഡ് കംപ്ലീറ്റ് പ്രഷർ കുക്കറാണ്. യെസ് ഓർ നോ? സൗകര്യങ്ങൾ നമുക്ക് കൂടി. പണ്ട് നമുക്കറിയാം, അന്ന് വെള്ളം കോരാനുണ്ടായിരുന്നു, ഇസ്തിരി ഇടണമെങ്കിൽ കുറെ ഊതണമായിരുന്നു, ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് ഊതണമായിരുന്നു. പണ്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ അരക്കണമായിരുന്നു. ഇന്ന് എല്ലാം ചെയ്യാൻ നമുക്ക് മെക്കാനിക്കൽ അഥവാ ഒരുപാട് ഐറ്റംസുകളുണ്ട്. മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസുകൾ. ജ്യൂസ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇസ്തിരിപ്പട്ടി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ വർക്കുകൾ ചെയ്തിട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാൻ സമയമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടിയിട്ട് പോലും ഡ്രസ്സുകൾ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും നമ്മുടെ മറ്റുള്ളതിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമുക്ക് ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. യെസ് ഓർ നോ? ഹൗ മെനി ഓഫ് യു അഗ്രി? ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് ദാറ്റ് വൺ? ശരിയല്ലേ? ആർക്കും സംസാരിക്കാൻ സമയമില്ല. ഭയങ്കര തിരക്കാണ്, പണിയോട് പണിയാണ്. ഇപ്പൊ പാരന്റിങ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ പലരും പറയും ക്ലാസ്സിന് ഇരിക്കില്ല, അത് നടക്കോ? 1 മണിക്കൂർ 1.5 മണിക്കൂർ ലൈവ് ക്ലാസ്സിനല്ലോ അത് നടക്കില്ല. റെക്കോർഡിങ് കിട്ടുക? ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം റെക്കോർഡിങ് കിട്ടുക? എന്തേ? ഫ്രീ ഉള്ളപ്പോ നോക്കാം, ഫ്രീ ഉള്ളപ്പോ നോക്കാം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫ്രീ ഉണ്ടാവാനും ഉണ്ടാവില്ല, നമ്മൾ നോക്കാനും ഉണ്ടാവില്ല.
നമ്മൾ ഫ്രീ ആക്കണം. നമ്മുടെ മക്കളുടെയും നമ്മുടെയും ജീവിതം റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നോ യുവർ ചൈൽഡ് പ്രോഗ്രാം. ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 10-11 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ലൈവായിട്ട്. ആ ക്ലാസ്സുകൾ മുഴുവൻ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇൻഷാല്ലാ, ആർ യു റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ റെഡി അല്ലേ? കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുവാനും നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. ഞാനിപ്പോ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് റെക്കോർഡ് അയച്ചു തന്നു, നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാകും എന്നല്ലാതെ നിങ്ങൾക്ക് ഞാനൊരു വിഷയം പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ്, അതിലുണ്ടാകുന്ന സംശയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ ലൈഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത്, കേരളത്തിൽ എന്തായി, അതല്ല ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ, നമ്മുടെ മക്കൾ. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ആ വാക്ക് ഫസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ലാക്ക് ഓഫ് ടൈം, അതുപോലെ തന്നെ വർക്കിംഗ് പാരന്റ്സ് ആണ് ഇപ്പൊ ജോലിയിലാണ്. ഉമ്മയും ജോലിയാണ്, വാപ്പയും ജോലിയാണ്. അപ്പൊ മക്കൾക്ക് അതിനിടയിൽ എന്തില്ല, മക്കൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പാരന്റ്സിന് സ്ട്രെസ് വരാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഹൈ എക്സ്പെക്ടേഷൻ ആണ് പാരന്റ്സിന്. മക്കളെ കുറിച്ച് ഹൈ എക്സ്പെക്ടേഷൻ, എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും അതൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടീം വളരുന്നുണ്ട്. അത് മറ്റൊരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് IAS സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ. എത്രാമത്തെ ക്ലാസ്സിൽ? 6ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കണം, ഒരു കുട്ടിക്ക് എത്ര പഠിക്കാറുണ്ട്, അതിനിടയിൽ ഈ കോച്ചിങ്ങും വേറെ. ഈ എല്ലാത്തിനൊട്ട് അവസാനം ഈ കുട്ടി ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഹൈ എക്സ്പെക്ടേഷൻ ആണ് പാരന്റ്സിന്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ മക്കൾ നന്നായിട്ട് പഠിക്കണം, പൈസ ഇട്ട് ചെലവഴിക്കൽ തന്നെ. അവന്റെ IQ, ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മകന് അതിനുള്ള IQ അഥവാ ഇന്റലിജൻസ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ, അതാരും ചിന്തിക്കുന്നില്ല. അവന് ഇൻട്രസ്റ്റ് എന്താണ്, ആരും ചോദിക്കുന്നില്ല. എന്റെ ആഗ്രഹം അവൻ ഡോക്ടർ ആവണം, എന്റെ ആഗ്രഹം അവൻ എഞ്ചിനീയർ ആകണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി ഇടാണ് ചെയ്യുന്നത്. പല കുട്ടികളും കൗൺസിലിങ്ങിലൊക്കെ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് പഠിക്കുന്നില്ല, എന്റെ ഫീൽഡേ അല്ലത്, എനിക്ക് ഇഷ്ടമൊന്നുമില്ല, എന്റെ പാരന്റ്സിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ, അവസാനം ഈ കുട്ടി സ്ട്രെസ്ഡ് ആയി ഡ്രഗ്സിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ഹൈ എക്സ്പെക്ടേഷൻ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മക്കളെ കുറിച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടാകണം തീർച്ചയായിട്ടും. പക്ഷെ ആ എക്സ്പെക്ടേഷൻ ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. നമ്മളെ കുട്ടിയെ മനസ്സിലാക്കിയിട്ട്. അതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് പേര് വെച്ച് തന്നെ നോ യുവർ ചൈൽഡ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വൺസ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യുവർ ചൈൽഡ്, യു ക്യാൻ ഡു എനിത്തിങ്. അല്ലെ? നിങ്ങളെ കൈക്ക് ഒരു സാധനം കിട്ടിയിട്ട് ഇതെന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല. യെസ് ഓർ നോ? അതുപോലെ തന്നെ മറ്റൊന്നാണ് 6G ജനറേഷൻ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. 6G ജനറേഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മക്കളൊക്കെ 6Gന്റെ ആൾക്കാരാണ്. എന്താണ് 6G എന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. കാരണം നമ്മുടെ അടുത്ത ക്ലാസ് വിഷയം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. മതിയല്ലേ? ഇപ്പൊ തന്നെ പറയണ അടുത്ത ക്ലാസ്സിൽ മതിയില്ലേ? കമോൺ. യെസ്, അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ പറയാം. ഓക്കെ, കുറച്ചും കൂടി ഡിസ്കസ് ആക്കിയിട്ട് ഇൻഷാല്ലാ. എല്ലാം ഞാൻ കണക്റ്റഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ 6G ജനറേഷന്റെ കുട്ടികളാണ് എന്ന് വെച്ചാൽ അവര് നമുക്കറിയാം ഇപ്പൊ ഞങ്ങൾ 4G 5G. പക്ഷെ നമ്മുടെ മക്കൾ നേരെ ഓപ്പോസിറ്റ് ആണ്, 6Gന്റെ ലോകത്തിലാണുള്ളത്. എന്താണ് 6G എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ ലൈഫാണ് ഇന്ന് നമ്മുടെ ലൈഫൊക്കെ. നിങ്ങളൊക്കെ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ ഇപ്പൊ ക്ലാസ് നടക്കുന്നത്, ഇന്ററാക്ഷൻ എല്ലാം നടക്കുന്നത് ഇപ്പൊ ഓൺലൈനാണ്, അല്ലെ? ഇതൊക്കെയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിംഗിൾ പാരന്റ് ഫാമിലീസ് ഉള്ള കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇന്ന് ഓരോ 5 മിനിറ്റ്സിലും ഓരോ 5 മിനിറ്റിലും സർവേ റിപ്പോർട്ട് പ്രകാരം ഓരോ 5 മിനിറ്റിലും
ഡിവോഴ്സ് പെറ്റീഷനുകൾ നൽകപ്പെടുന്നുണ്ട് എന്നാണ്. ഡൈവോഴ്സ് ആവാനുള്ള പെറ്റീഷൻസുകൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ദുഃഖകരം എന്ന് പറയാം ഉമ്മമാരാണ്, ലേഡീസാണ്, ആണുങ്ങളെ അപേക്ഷിച്ചിട്ട്. പണ്ടത്തെ കാലത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് നേരെ മാറി പെണ്ണുങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ മൊത്തത്തിൽ സിംഗിൾ പാരന്റ് സിസ്റ്റത്തിലേക്ക് ഇപ്പൊ ആൾക്കാരെത്താൻ തുടങ്ങി. അതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഉപ്പാന്റെ കൂടെ താമസിക്കുന്ന കുട്ടിക്ക് കിട്ടണമെന്നില്ല. ഉപ്പ തന്നെ ഉമ്മയുടെയും റോൾ ഏറ്റെടുക്കുമ്പോ ഏത് കിട്ടുന്നില്ല? ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ആ കാര്യങ്ങൾ ആരിൽ നിന്ന് കിട്ടുന്നില്ല? ഉപ്പയിൽ നിന്ന് കിട്ടാതെ വളരുന്ന കുട്ടികൾ. അല്ലെങ്കിൽ ഉമ്മയോടൊപ്പം ജീവിക്കുന്നു, വാപ്പയില്ല, വാപ്പ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വാപ്പയിൽ നിന്ന് കിട്ടേണ്ട ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ് കിട്ടാതെ വരുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രെസ്, നമ്മുടെ വീട്ടിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വിഷയമാണ്. നമുക്ക് ഉപ്പയും നയിക്കുന്നു, ഉമ്മയും നയിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരുന്നേയില്ല. അപ്പൊ ആ സ്ട്രെസ്സുകൾ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കാണിക്കും. അപ്പൊ അതും കുട്ടികളുടെ വളർച്ചയിൽ വളരെ പ്രധാനമായിട്ട് എന്താകുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, നമ്മുടെ മക്കൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്റെ അപ്പുറത്തെ പോലത്തെ ഖദീജയുടെ മകൻ ഇപ്പൊ ഡോക്ടർ ആകുന്നുണ്ട്, എന്നാ പിന്നെ എന്റെ മോനും ഡോക്ടർ ആക്കണം. ഓരോടോ ഇതാ നിന്റെ മാർക്കെങ്ങാനും കുറഞ്ഞെന്നെ കാണിച്ചു തരാം കേട്ടോ. എല്ലാത്തിനും കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ സ്കൂൾ റിലേറ്റഡ് സ്ട്രെസ്സസ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരുപാട് സ്ട്രെസ്സുകൾ, ഡ്രഗ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ മാഫിയകളും, അതുപോലെ അഫെയർസുകൾ, അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെ സ്ട്രെസ്സുകളായിട്ട് മക്കൾക്ക് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇതെല്ലാം ഇപ്പൊ ആരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഒരു പാരന്റ് ആകുന്ന ഞാനും നിങ്ങളുമാണ്. യെസ്, നമ്മളാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ നമുക്ക് അറിയണം. ഇതറിയാതെ നമ്മൾ മക്കളെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ഇതിലേക്കുള്ള സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റണം. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന കുട്ടി എന്റെ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിയുടെ സ്ട്രെസ് മാറ്റിയെടുക്കാൻ ഞാൻ ആസ് എ പാരന്റ് എന്ത് ചെയ്യണം? എന്റെ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കേണ്ടത്? ഞാൻ അറിയണം. ഫിനാൻഷ്യൽ സ്ട്രെസ് എനിക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് എന്റെ കുട്ടികൾക്ക് എഫക്റ്റ് ആവാത്ത രൂപത്തിൽ നിൽക്കണമെങ്കിൽ ആസ് എ പാരന്റ് ഞാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ അറിയണോ വേണ്ടേ? വാട്ട്സ് യുവർ ആൻസർ? ഇതെല്ലാം പഠിക്കണോ വേണ്ടേ? യെസ് ഓർ നോ? ഇതൊക്കെയും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട്, വെറുതെ ഇങ്ങനെ പോകുന്നതല്ല, ഇൻ ഡീറ്റെയിൽ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്, അതാണ് ഈ നോ യുവർ ചൈൽഡ് എന്ന് പറയുന്ന പ്രോഗ്രാം. അതാണ് അതുകൊണ്ടാണ് ഇതൊരു മാസത്തേക്ക് പറഞ്ഞിട്ട് വെച്ചത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ആഴ്ച കൊണ്ട് തീർക്കാം, ഒരാഴ്ചത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ തീർക്കേണ്ട സാധനങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ 1 വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ 10 ക്ലാസ്സിൽ ഒരുപാട് കാര്യം പഠിക്കും. ആ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു ഹാവ് ടു അൺലേൺ സംതിങ്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ അൺലേൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. എന്തിനാണെന്നറിയാം? ടു റീലേൺ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്റെ മനസ്സ് ഇപ്പൊ കംപ്ലീറ്റ് ഫുള്ളാണ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞതുപോലെ എന്നെ മനസ്സിലാക്കി എല്ലാം അറിയാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്നില്ല, ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ബി എൻ എം ടി ഗ്ലാസ്, ഒരു എം ടി ഗ്ലാസ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസാഗ്രിമെന്റ് ഉണ്ട് എങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ടെൽ ഇറ്റ്, നോ പ്രോബ്ലം. കാരണം ഇത് ഞാൻ പറയല്ലോ, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തോളി, നോ പ്രോബ്ലം. അണ്ടർസ്റ്റാൻഡ്?
അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറയാണ്. നമ്മുടെ ഇനോഗ്രൽ സെഷൻ ആയതുകൊണ്ടാണ് ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മാസത്തെ ക്ലാസ് ആണ് ഇത്. ഞാൻ ആസ് ഐ പ്രോമിസ്ഡ് ഒരു മാസത്തെ ക്ലാസ്, അത് 4 ആഴ്ചയാണ്. ഏഹ് 4 ആഴ്ച എന്ന് പറയുമ്പോഴേക്ക് 3 ദിവസമാണ് ക്ലാസ് ഉണ്ടാവില്ല. ലൈവ് സെഷൻ ഉണ്ടാകുന്നത് 3 ക്ലാസ്സുകളാണ്. ഓക്കെ, 3 ക്ലാസ് എന്ന് പറയുമ്പോഴേക്ക് എവറി ഫ്രൈഡേ, മൺഡേ, വെനസ്ഡേ. നോട്ട് ചെയ്ത് വെക്കാം, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, ഈ 3 ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ലൈവ് ക്ലാസ് ഉണ്ടാകുന്നത് ഈ 3 ദിവസം ഇൻഷാ അല്ലാഹ്. ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കും നേരത്തെ തന്നെ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 ഡിഫറെന്റ് ടോപ്പിക്സുകളാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള 10 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ 10 ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ പയ്യെ പറയും. അതുപോലെ തന്നെ ഈ കോഴ്സിനിടയിൽ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 അസൈൻമെന്റ്സുകൾ ഉണ്ടാവും. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ അസൈൻമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് എത്തത്തുള്ളൂ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ 4 ആഴ്ചയിലും ഡെയിലി പാരന്റിങ് തോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് അയച്ചു തരും. പാരന്റിങ് തോട്ട് ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിങ് തോട്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റാറ്റസ് വെക്കുക, പ്ലസ് അതിലേക്ക് ഒരു വോയിസ് മെസ്സേജ് തരും. ആ വോയിസ് മെസ്സേജ് നിങ്ങൾ എല്ലാവരും കേൾക്കുക. ഡെയിലി നിങ്ങൾക്ക് തരും. അത് കാരണം നമ്മളെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഒറ്റയടിക്ക് നമുക്കൊരു ബെസ്റ്റ് പാരന്റ്, ഒരു സ്മാർട്ട് പാരന്റ് ആവാൻ സാധിക്കുകയില്ല. അതിന് ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ കുറെ സ്വഭാവങ്ങൾ ഉണ്ടാവും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട്. ഭയങ്കര ദേഷ്യങ്ങളുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ബാച്ചിലുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര എന്താണ് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളൊക്കെ മാഷാ അല്ലാഹ് മാറിയിട്ട്. യെസ് ഓർ നോ? അവർ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തിനാന്ന് അറിയാലോ. ഓരോരുത്തർക്ക് പറയാനുണ്ടോ അവരുടെ അനുഭവങ്ങൾ. അപ്പൊ അതിലേക്കുള്ള ഒന്നും കൂടി ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഡെയിലി പാരന്റിങ് തോട്ട് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ മൈൻഡിനെ ഒന്ന് എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി വാട്സപ്പ് ഫോളോ അപ്പ് ഉണ്ടാവും. ഡെയിലി നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ Q&A സെഷൻ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ അതിനുള്ള ആൻസറുകൾ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കാം. പേഴ്സണലായിട്ട് ആരും ബുദ്ധിമുട്ടിക്കരുത്, ഗ്രൂപ്പിൽ തന്നെ വരാൻ തുടങ്ങാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു ചോദിക്കാണ്ട്. കാരണം നമ്മളെല്ലാവരും ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. യെസ് ഓർ നോ? അതുപോലെ തന്നെ ഷെയറിങ് ആൻഡ് ഫീഡ്ബാക്ക്. നിങ്ങൾക്കുള്ള ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ, നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ക്ലാസ്സിൽ ഷെയർ ചെയ്യാം, വോയിസിലൊക്കെ വരാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റുമോ, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇമോഷൻസ് ആണ് അതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ സ്ട്രെസ് ബേസ്റ്റിംഗ് ഔട്ട്, സ്ട്രെസ് ഒക്കെ മാറിക്കിട്ടും. ഈ കൗൺസിലിംഗിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതാണ്. ഒരാൾ കൗൺസിലിങ്ങിന് വരുന്നു, അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്നു, അപ്പൊ അവർക്ക് മനസ്സമാധാനാകുന്നു. മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ അവസാനം എന്താവും, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. സിലബസ് ഒന്ന് ആദ്യം നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തിങ്കളാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് സ്റ്റൈൽസ് ഓഫ് പാരന്റിങ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽസ് ഓഫ് പാരന്റിങ്, ചൈൽഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പഠനത്തിന്റെ വ്യത്യസ്തമായ സ്റ്റൈലുകൾ, അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ, അതുപോലെ തന്നെ കുട്ടികളിൽ എങ്ങനെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ബിൽഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ്, അതിന്റെ ഏത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, കുട്ടികൾ എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ല. ചിൽഡ്രൻ ആർ ഡിഫറെന്റ്, കുട്ടികളൊക്കെ വ്യത്യസ്തരാണ്. എല്ലാവർക്കും എല്ലാം ആവാൻ പറ്റില്ല. എല്ലാവരും ഡോക്ടർ ആകണം, എല്ലാവരും എഞ്ചിനീയർ ആകണം, നടക്കോ? ഇല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ബിഹേവിയർ മാനേജ്മെന്റ്, കുട്ടികളുടെ സ്വഭാവം, ഇപ്പോഴുള്ള സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം. ഭയങ്കര വാശിക്കാരനാണ്, പറയുന്നത് പോലെ കേൾക്കുന്നില്ല, പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല, പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നില്ല, ഹോംവർക്ക് എഴുതുന്നില്ല. ഒരുപാട് പാരന്റ്സ് പറയുന്ന കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അതിനുള്ള ടെക്നിക്ക് എന്താണ്, അതാണ് നമ്മൾ ബിഹേവിയർ മാനേജ്മെന്റിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് പണിഷ്മെന്റ്, കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ, മനുഷ്യന്മാരാണ്, കുട്ടികൾ തെറ്റ് ചെയ്യും. ആ തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഇതിനെ ശിക്ഷിക്കേണ്ടത്? വടിയെടുത്തിട്ടാണോ ശിക്ഷിക്കേണ്ടത്? ഇരുമ്പെടുത്തിട്ടാണോ ശിക്ഷിക്കേണ്ടത്? അല്ല ബെൽറ്റ് എടുത്തിട്ടാണോ ശിക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് പറ. നല്ല ബെൽറ്റ് എടുത്തിട്ട് എന്താക്കണം, സമത്തിൽ അടി കൊടുക്കണം അല്ലെ? എങ്ങനെയാണ്? അതാണ് ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെ? ഇൻഷാ അല്ലാഹ് അതാണ് എന്ത്, ആർട്ട് ഓഫ് പണിഷ്മെന്റ്. എങ്ങനെയാണ് നമ്മൾ മക്കളെ ശിക്ഷിക്കേണ്ടത്?
ശിക്ഷിക്കാൻ പറ്റുമോ മറ്റേനെ? പറ്റുമെങ്കിൽ എങ്ങനെ? അതിന്റെ ടെക്നിക്ക് എന്താണ്? അതൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം മാനേജിങ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. മക്കൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സ്കൂളുകളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ആൻസൈറ്റികൾ, ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള 10 ഡിഫറെന്റ് ടോപ്പിക്സുകളാണ് നമ്മുടെ ഇനിയുള്ള ഓരോ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇതിന് യോഗ്യത? ഇപ്പൊ നിങ്ങൾ എല്ലാവരും പൈസ തന്ന് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തു, അതുകൊണ്ട് മാത്രം കാര്യമില്ല. പൈസ തന്ന് നിങ്ങൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഉഷാറായി എന്ന് പറയാനായിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം എന്നറിയാം? അതിലൊക്കെ ചില നിബന്ധനകളുണ്ട്. ഒന്നെന്താണ്? വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ചേഞ്ച്. പഠിക്കാനും എന്റെ ജീവിതം മാറണമെന്നുമുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. കാര്യം ഇങ്ങനെ ക്ലാസ് കേട്ടിട്ടിരുന്നിട്ട് കാര്യമില്ല. അത് പഠിച്ചിട്ട് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, എന്റെ ലൈഫ് മാറ്റണം, എനിക്ക് എന്റെ മക്കളുടെ നല്ലൊരു ബെസ്റ്റ് മദർ ആകണം, ബെസ്റ്റ് ഫാദർ ആകണം എന്നൊരു ആഗ്രഹം അതുണ്ടാണ്. അങ്ങനെ ആകുമ്പോഴാണ് അത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് ഫോർ റിസൾട്ട്. ഞാനിപ്പോ നിങ്ങളുടെ ഒരു കാര്യം പറയും, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒക്കെ, എന്നിട്ട് പിറ്റേന്ന് തന്നെ പോകാൻ പറ്റും. എന്റെ കിടാവിന് ഞാനത് ആക്കിനാല് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് വെയിറ്റ്, പേഷ്യൻസ്, ബി പേഷ്യന്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും പെന്ന്, നമ്മൾ ഈ KYCക്ക് മാത്രമായിട്ട് ഒരു നോട്ട് ബുക്ക്, ഒരു പെന്ന്. കാരണം ഇത് ലൈഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഇടയിൽ മൂലക്കിടാനുള്ളതല്ല. കൃത്യമായിട്ട് എന്റെ ക്ലാസ് നോട്ടുകൾ ഞാൻ ഇൻഷാല്ല ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് തരും. എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്ങുകൾ നിങ്ങൾക്ക് തരും എന്ന് വിചാരിച്ച് ആരും തന്നെ എന്താക്കണ്ട, ലൈവിൽ വരാണ്ടിരിക്കണ്ട. ലൈവിൽ വന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തും. ഓക്കെ, എല്ലാവരും ലൈവിൽ വരാൻ പറ്റും. എല്ലാവരും ലൈവിൽ വരാൻ ശ്രമിക്കാം. എന്തെങ്കിലും കാരണത്താൽ ലൈവിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം എന്താക്കിയാൽ മതി, അതിൽ നിന്ന് മാറി നിന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതായിട്ടുള്ളത്. പിന്നെ ചില നിബന്ധനകൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിസിപ്പേഷൻ ഇസ് മാൻഡറ്ററി. നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനും മറ്റൊക്കെ നിങ്ങൾ മാറ്റിയൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പേഴ്സണലായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബന്ധാക്കി വെക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ശരിയല്ലേ പറഞ്ഞത്? എവിടെയാണ് ഞാൻ മാറേണ്ടത്? ഞാൻ മാറിയാൽ എല്ലാം മാറും. എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ മാറിയാൽ എൻ്റെ മക്കൾ മാറും, ഞാൻ മാറിയാൽ എൻ്റെ ഭർത്താവ് മാറും. ഈ ഒരു വിശ്വാസം എപ്പോഴും നമുക്കുണ്ടാകണം. അത് ഞാൻ നിങ്ങൾക്ക് ഇൻഷാല്ല തെളിവോടുകൂടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും അടുത്ത ക്ലാസ്സിലൊക്കെ. അതുപോലെ ബി ഓപ്പൺ ആൻഡ് സപ്പോർട്ടിങ്. എന്ത് വിഷയങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയാം, മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയുന്ന ആൻസറുകൾ ഗ്രൂപ്പിൽ പറയാം. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ പറയണമെന്ന് കാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിയിട്ട് ഞാൻ പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് കേൾക്കുക, ആക്റ്റീവ് ലിസണിങ്. നിങ്ങളുടെ ഐഡിയാസുകൾ ഷെയർ ചെയ്യാം, നിങ്ങളുടെ അനുഭവങ്ങൾ. ഞാൻ ചോദിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയാം. കാരണം വി ആർ ലൈക്ക് എ ഫാമിലി. നമ്മളൊരു ഫാമിലി പോലെയാണ് ഇപ്പോൾ. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ പലരും പല കാര്യങ്ങളും തുറന്നു പറയും. അവരുടെ വേദനകളാണ് തുറന്നു പറയുന്നത്. ചിലപ്പോൾ അവരുടെ ഭർത്താവിനെ കുറിച്ചിട്ടായിരിക്കും പറയുക. പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിട്ട് അവസാനം പറയും, എല്ലാം ശരി തന്നെ, ഞാനിങ്ങനെ സ്ട്രെസ്ഡ് ആണ്, കാരണം എന്റെ ഭർത്താവ് അങ്ങനെ ആക്കാറുണ്ട്, ഇങ്ങനെ ആക്കാറുണ്ട്, അറിയാണ്ട് പറഞ്ഞു പോകും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട, കുടുംബം കലക്കാൻ ചെയ്യണ്ട. അത് അവിടെ തന്നെ ഗ്രൂപ്പിൽ മാത്രം കീപ് ദ കോൺഫിഡൻഷ്യാലിറ്റി. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് റെക്കോർഡിങ്സ് അയച്ചു തന്നാൽ അതൊരാൾക്കും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. എന്താ കാരണം? നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങൾ പൈസ എനിക്ക് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സാധനമാണ് ഇത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം, നോ പ്രോബ്ലം. അതേസമയത്ത് എന്റെ ലിങ്ക് എന്റെ പെർമിഷൻ ഇല്ലാതെ അയച്ചു കൊടുക്കാൻ പാടില്ല. അത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു സാധനമാണ്. അത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യം കോൺഫിഡൻഷ്യൽ ആക്കി വെക്കേണ്ടത് കോൺഫിഡൻഷ്യൽ ആക്കി തന്നെ വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ചായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ പരിചയം ഉണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാം. ഗ്രൂപ്പിലുണ്ട് മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഇപ്പൊ നിങ്ങൾ എന്ത് എപ്പോ നോക്കിയാൽ ഈ മക്ക് മാത്രം മക്കളുള്ളത്, എന്ത് നോക്കിയാൽ ഈ മക്ക് സംശയം, അങ്ങനെ ഒന്നും നോക്കണ്ട. നമ്മൾ ഓപ്പൺ ആയിട്ട് കേൾക്കുക. കാരണം എന്റെയും നിങ്ങളുടെയും ലൈഫ് ഒരിക്കലും ഈക്വൽ അല്ല. വി ആർ ഡിഫറെന്റ്. നമ്മൾ ഡിഫറെന്റ് ആണ്, നമ്മുടെ ലൈഫും ഡിഫറെന്റ് ആയിരിക്കും.
മറ്റുള്ളവരുടെ വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നൂല, പക്ഷേ അവർക്കത് വലിയൊരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുകളില്ല, അതുപോലെ തന്നെ നോ പൊളിറ്റിക്സ്, നോ റിലീജിയസ് ഡിസ്കഷൻ, ഒന്നുമില്ല. നമ്മൾ നമ്മളതായ കോഴ്സിലൂടെ നമ്മൾ എന്താകുന്നു, മുന്നോട്ട് പോകുന്നു. ക്ലിയർ അല്ലേ? ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാം. കാരണം ഓൾ ക്വസ്റ്റ്യൻസ് ആർ റെലവെന്റ്. ആർക്കും എപ്പോഴും എന്ത് ചോദ്യമാണോ ചോദിക്കാം. കാരണം ഏ കാരണം എന്തേ? ഇതാണ്, സിമ്പിൾ ആണ്. കാരണം ഓൾ ആർ ഈക്വൽ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും പ്രാധാന്യം. അതുകൊണ്ട് എന്ത് മണ്ടത്തരങ്ങൾ ചോദിച്ചാലും ഇറ്റ് ഈസ് ഓക്കെ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് തന്നെയാണ്? പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും ക്ലാസ്സിലും എപ്പോഴും നിങ്ങൾക്ക് എന്താക്കാം? ചോദ്യങ്ങൾ ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ പാരന്റിങ് ക്ലാസ് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആൻസർ കിട്ടിയില്ലേ? Yes or no? ആരും ഇല്ലേ? പാരന്റിങ് ക്ലാസ് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ യെസ്, അപ്പൊ നമ്മുടെ സിലബസിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി തിങ്കളാഴ്ചയാണ് ക്ലാസ് വരുന്നത്. ഇൻഷാ അല്ലാ ഗുഡ് പാരന്റ് ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നല്ല കൺകുളിർമയുള്ള മക്കളായി വളർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആണ്, തിങ്കളാഴ്ച രാത്രി ആയിരിക്കും. 7 മണി മുതൽ 9 മണി വരെ, 7:30 to 9 o'clock. അപ്പൊ എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. മറ്റന്നാൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റൈൽസ് ഓഫ് പാരന്റിങ്. പാരന്റിങ്ങിലെ സ്റ്റൈലുകളാണ്. അപ്പൊ നമ്മൾ അതിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ നോക്കും. മറ്റന്നാൾ ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഏത് പാരന്റ് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്താകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് പോകുക. ഫസ്റ്റ് നമ്മൾ ഏത് അവസ്ഥയിലാണുള്ളതെന്ന് അറിയണമല്ലോ, എന്നിട്ടല്ലേ നമ്മൾ അടുത്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമത്രേ. അപ്പൊ അതിലേക്ക് എന്തായാലും ഫസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ അറ്റ് പ്രസന്റ് വിച്ച് ടൈപ്പ് ഓഫ് പാരന്റിങ് ഐ ആം. ഞാൻ ഏത് ടൈപ്പ് പാരന്റിങ് ആണ് നടത്തിക്കൊണ്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് പാരന്റിങ്ങിലേക്കാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് ആ പാരന്റിങ്ങിലേക്കുള്ള യാത്ര, 1 മാസത്തെ യാത്ര ആരംഭിക്കും. മനസ്സിലായില്ലേ? അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ലുഡോ കളിക്കാൻ പോകാം. എന്താണ് ആൻസർ? കളിക്കാൻ പറ്റുമോ ലുഡോ? ഇസ്ലാമിക മസല പ്രകാരം പറ്റൂല തന്നെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് ആ ടെസ്റ്റിലും റെക്കോർഡിങ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം റെക്കോർഡിങ് കിട്ടിയത് ആരാരെ റിസൾട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ലൈവിലില്ലാത്ത ആൾക്കാർക്ക് അതിന് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ഏതാണ് നമ്മുടെ പാരന്റിങ് എന്ന് തിരിച്ചറിഞ്ഞ് അതാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരന്റിങ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇപ്പൊ ഞാൻ ഏത് സ്റ്റേജിലാണുള്ളത് അത് തിരിച്ചറിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച 7:30 വിൽ ബി അവർ ദ ഫസ്റ്റ് സെഷൻ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഗ്രൂപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഗൂഗിൾ ഫോം പൂരിപ്പിച്ചിനല്ലോ. ആരെങ്കിലും ഫില്ലാക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ അവരെന്താക്കാം, ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? ക്യാൻ വി വൈൻഡ് അപ്പ്? പക്ഷെ അത് അടുത്ത ക്ലാസ് നമുക്ക് എല്ലാ ആൾക്കാരും സംസാരിക്കാൻ റെഡി ആയിട്ട് വരണം. അല്ലെ, സംസാരിക്കാൻ തന്നെ റെഡി ആയിട്ട് വരാം. ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഇരുന്ന് നടക്കല്ല. സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. നമ്മുടെ മക്കളെ നല്ല പൊന്നു പോലെ നമുക്ക് വളർത്താൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.